എന്തു പറ്റി മാഡം? ഓട്ടോയിൽ വന്നെന്താ? കാറ് വരുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. മെക്കാനിക്ക് വരാൻ വൈകുന്നു. അപ്പൊരു ഓട്ടോ വിളിച്ചു. എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ കാർ അറേഞ്ച് ആയിരുന്നല്ലോ. ചെറിയ ദൂരമല്ലേ ഉള്ളൂ സജീവ്. ജനിച്ചപ്പോ മുതൽ ഞാൻ കാറിലൊന്നും യാത്ര ചെയ്യാൻ തുടങ്ങിയ ആളല്ല. എന്നാലും മാഡത്തിന് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ, അതിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണ്ടേ? കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ മാനേജിംഗ് പാർട്ണർ, അതല്ലേ ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ. ഞാൻ ഓട്ടോറിക്ഷ കയറിന്ന് വെച്ച് എന്റെ ഡിഗ്നിറ്റിക്ക് ഒരു കുറവും വരില്ല. അല്ലെങ്കിലും ഈ പദവിയിലൊന്നും ഒരു അർത്ഥവും ഇല്ലെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രുതി. ഹലോ, ഗുഡ് മോർണിംഗ്. ശ്രുതി, നിന്നോടോ? ഗുഡ് മോർണിംഗ്. എന്തു പറ്റി സജീവ്? അനിയത്തിന്ന് ഇടത്തേക്ക് ഉണർന്നെഴുന്നേറ്റും തോന്നല്ലോ. കട്ടിലിന്റെ ഇടതുവശം ഭിത്തിയാ, അതുകൊണ്ട് എന്നും ഞാൻ വലത്തേക്ക് തന്നെ എഴുന്നേക്കുന്നേ. ഓ, അപ്പൊ പ്രശ്നം അതല്ലല്ലോ. അല്ല. നമുക്ക് അകത്തേക്ക് ഇരിക്കാം മാഡം. ഇരിക്കുന്നില്ല, എനിക്ക് ഹരിയേട്ടനൊന്ന് കാണണം. എന്നിട്ട് ഉടനെ പോവുകയും വേണം. അല്ല, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹരിപ്രസാദിനെ കൂട്ടി ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ മാഡം. ഞാനത് ഓർക്കാത്തതല്ല. ഓഫീസിലാവുമ്പോ പലരും ഉണ്ടാവുമല്ലോ. മനസ്സിലായി മാഡം. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. ഒരു അപവാദത്തിന് ഇടം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ ആവുമ്പോ അപവാദം ഉണ്ടാവില്ലെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞത്? ഇവിടെ ശ്രുതി അമ്മയുമില്ലേ? നിങ്ങളുടെ പ്രസൻസ് ഒരു ബലമാ. ഞങ്ങളുടെ ചെലവിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അത് പറ്റില്ലെങ്കിലോ? ശ്രുതി, ഞാൻ എന്തായാലും ഇവിടം വരെ വന്നു പോയില്ലേ. ഇനിയിപ്പോ ഹരിയേട്ടനെ കാണാതെ എങ്ങനെയാ പോവാ? ഒന്ന് മാറിക്കേ മാഡം. അകത്തേക്ക് ചെല്ലേ. ഒരല്പം വഴി താടോ. ഇങ്ങോട്ട് മാറി നിൽക്കണോ? നീ വല്ലാതെ അധികപ്പറ്റാവുന്നുണ്ട്. ഞാനല്ല, ചേട്ടന്റെ മാഡം അധികപ്പറ്റാവുന്നേ. നീ വല്ല സൂപ്പറുണ്ടെന്ന് ആവണ്ട. നന്ദന മേഡത്തെ ശാസിക്കാൻ നീ ആരാ? തോന്നുമ്പോ ഇങ്ങോട്ട് കയറി വരാൻ അവരാരാ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ കാണാൻ ഇങ്ങനെ വരരുതെന്ന് എത്ര തവണ പറഞ്ഞു. നന്ദന മേഡം വരുന്നതേ ഹരിപ്രസാദിന് ഗസ്റ്റ് ആയിട്ടാ. അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ഹരി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. അത് സജീവേട്ടന്റെ വ്യാഖ്യാനം. അല്ലെങ്കിൽ ഞാൻ ആരും ഇൻസൾട്ട് ചെയ്തില്ല. മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. ശരിയല്ലാത്ത എന്തെങ്കിലും കണ്ടാ അത് ശരിയല്ലെന്ന് പറയാൻ തെറ്റാണോ? ശരിയും തെറ്റും ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്, അമ്മയുണ്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ചോദിക്കുന്നതും കേട്ടില്ലല്ലോ. ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തവണയല്ല, മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാ. വരുന്നവർക്കും വകവെപ്പില്ല, വീട്ടിലുള്ളവർക്കും വകവെപ്പില്ല. ഞാൻ ഈ വീട്ടിലെ അംഗമാണോ അതോ അല്ലയോ? അല്ലെങ്കിൽ മിണ്ടുന്നില്ല. എന്റെ കാഴ്ചപ്പാടിൽ സജീവേട്ടന്റെ മാഡം കാണിക്കുന്ന പ്രവൃത്തിക്ക് ഒരു ന്യായവുമില്ല. സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി വരിക, നേരെ ഹരിമാഷിന്റെ റൂമിലേക്ക് കയറുക. ആരോടും ചോദിക്കാൻ വേണ്ട, പറയും വേണ്ട. എന്നിട്ട് എത്ര സമയം റൂമിലിരുന്ന് സംസാരിക്കുന്നേ? ബാക്കിയുള്ളവരുടെ കണ്ണിന് തിമിരൊന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്ക് ഹരിപ്രസാദിനെ അറിയാം, നന്ദന മേഡത്തെ അറിയാം. അവർക്ക് പരസ്പരം അറിയാം. ഒന്നും അറിയാത്ത ഞാൻ പിന്നെ അമ്മേ. സജീവേട്ടൻ ആ സ്ത്രീയുടെ ശമ്പളക്കാരനാ. മാനേജറായി പ്രൊമോഷൻ തന്നതിന് ഒബ്ലിഗേഷനും. അതുകൊണ്ട് അവരോടൊന്നും പറയാനും വയ്യ. അതിനോരോരോ ന്യായങ്ങളും. മറ്റേതെങ്കിലും സ്ത്രീയാണെങ്കിൽ സന്ദർശനത്തിന് വരുന്നെങ്കിൽ ഏട്ടൻ സമ്മതിക്കുമായിരുന്നോ? അത് പറ. അമ്മ എന്തോന്നും മിണ്ടാൻ നിൽക്കുന്നേ? അമ്മേ, ഇക്കാര്യത്തിൽ ഞാൻ ശ്രുതിയുടെ പക്ഷത്താ. എനിക്ക് പറയാനുള്ളതാ ഇവള് പറഞ്ഞത്. അനിയത്തി ചോദിച്ചത് കേട്ടില്ലേ? നന്ദനയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഹരിയെ കാണാൻ നീ സമ്മതിക്കുമായിരുന്നോ? അതിന് ഉത്തരവുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ പറ. നിങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ? കാര്യത്തിന്റെ യഥാർത്ഥ ചിത്രം ആദ്യമായിട്ട് സ്വയം മനസ്സിലാക്ക്. എങ്കിലല്ലേ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലാത്തൊരു റിലേഷന്റെ പേരിൽ വാശിയുടെ പുറത്ത് ഒരാളിങ്ങനെ ഉറച്ചു നിൽക്കൂ? എനിക്ക് സംശയമുണ്ട്. ഗായത്രി ഉദയവർമ്മയുടെ ഭാര്യയും ആ കുട്ടി മകളുവാണെന്ന് ഉറപ്പിക്കുകയാണോ താൻ? എനിക്കതെല്ലാം ചെയ്യാൻ പറ്റൂ.
ആരോപണം നിഷേധിക്കേണ്ടയാൾ അത് അംഗീകരിച്ചാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? തെളിവെടുക്കാനോ അതിന്റെ പിന്നാലെ നടക്കാനൊന്നും ഇനി വയ്യ. ഇത്രയും നാള് ഭാര്യയുടെ റോളിൽ കുന്നത്തൂര് നിന്നു. തുടർന്നും ആ വേഷത്തിൽ അഭിനയിക്കാൻ തോന്നുന്നില്ല. മടുത്തു. അല്ലെങ്കിലും വേഷവും ചമയവും മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഭാര്യ ആയിരുന്നില്ല. അതിന്റെ ആവശ്യം വേണ്ടി വന്നില്ല എന്നതാണ് സത്യം. അതിനൊരു മറുവശമുണ്ട്. ചോദിക്കട്ടെ? ആവശ്യം വേണ്ടി വന്നിരുന്നെങ്കിൽ നന്ദന ഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉദയവർമ്മയുടെ ഭാര്യയായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. ആ മനുഷ്യൻ ലവിംഗ് ആയ അല്ലെങ്കിൽ ലവബിൾ ആയ ഒരു ഭർത്താവായിരുന്നെങ്കിൽ താൻ അയാൾക്കിണങ്ങിയ ഭാര്യയാകുമായിരുന്നു. അങ്ങനെ വേണമായിരുന്നെന്നേ ഞാൻ പറയൂ. കാരണം അയാൾ തന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ്. ഇപ്പോഴും അതേ അഭിപ്രായമാണ് ഹരിയേട്ടൻ പറയുന്നത്? താലി കെട്ടിയ പുരുഷന് മറ്റൊരു ഭാര്യയെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു പ്രായം എനിക്കും ഉണ്ടായിരുന്നു. അധികം വർണ്ണപ്പകിട്ടില്ലാത്ത സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടിരുന്നത്. കാരണം അതായിരുന്നു പനക്കിലെ സാഹചര്യം. എന്നിട്ടും ഏതോ ഒരു അവസരത്തിൽ എന്റെ സ്വപ്നങ്ങൾക്ക് നിറം പിടിച്ചു തുടങ്ങി. അത് പക്ഷെ കുറച്ചു നാളത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്നം തല്ലിക്കെടുത്തിയതും സുമിത്രാമ്മയാണ്. മറ്റൊരു കല്യാണത്തിന് കഴുത്തു നീട്ടി കൊടുക്കേണ്ടി വന്നപ്പോ മനസ്സിലാകെ മരവിപ്പായിരുന്നു. കിട്ടിയതാവട്ടെ സ്വപ്നം പോയിട്ട് ഒരു പകൽക്കിനാവിന് പോലും ഇടവില്ലാത്തൊരു ജീവിതം. ഞാനത് ആർക്ക് വേണ്ടി തുടരണം? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. തന്റെ മുമ്പിലുള്ള ഡിലേമ എനിക്ക് മനസ്സിലാവും. താൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആ സ്ത്രീയെ, ആ നാടക നടിയെ. പേര് ഞാൻ മറന്നു. ഗായത്രി. ആ, ഗായത്രിയും ആ കുട്ടിയും എനിക്ക് കാണണം. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഞാനും ഒറ്റപ്പെട്ട ഒരാളല്ലേ, അപ്പൊ സാരമില്ല. എന്താ, പരിചയപ്പെടുത്തി തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ കുട്ടിയെ ചുറ്റിപ്പറ്റി എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അത് അവരുടെ കാര്യം. എന്റെ ഭർത്താവിന്റെ മകളാണ് അതെങ്കിൽ ആ കാര്യം എനിക്ക് ഗായത്രിയുടെ നാവിന്ന് കേൾക്കണം. അതിന്റെ പേരിൽ ഭർത്താവിനോട് പകരം വീട്ടാനോ കണക്ക് പറയാനോ അല്ല. ഗുഡ് ബൈ പറഞ്ഞു പോയ ശേഷം നാളെ എനിക്കൊരു മനസാക്ഷി കുത്തുണ്ടാവാൻ പാടില്ല. എന്നാലും ആ സ്ത്രീയെ താൻ ചെന്ന് കാണുക, അത് വേണോ? വേണം. പ്രയാസമാണെങ്കിൽ നമ്പർ തന്നാ മതി, ഞാൻ തനിച്ചു പോയിക്കോളാം. തനിച്ചേതായാലും വേണ്ട, ഞാനും വരാം. ഉദയവർമ്മയെ കണ്ടത് നന്ദനോട് പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, തനിക്ക് ഹേർട്ടാവെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. മനസ്സ് ട്യൂണ്ടായതുകൊണ്ടായിരിക്കും. ഞാൻ സമയം കളയുന്നില്ല, ഓഫീസിൽ പോണ്ടതല്ലേ, ഞാൻ ഇറങ്ങും. ഗായത്രിയുടെ വീട്ടിൽ പോകുന്ന കാര്യം മറക്കണ്ട. നന്ദന, ഇല്ല, ഒന്നുമില്ല, വെക്കോളൂ.
ഒരു സൂയിസൈഡ് പോയിന്റ്. ആത്മഹത്യാ മുനമ്പെത്തുന്നതിന് മുൻപ് ഓർക്കുകേതു നമ്മൾ തന്നെ അന്ത്യദേശാടനം എന്ന് തുടങ്ങുന്നൊരു കവിതയുണ്ട്. ഇവിടെ ആരാപ്പ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ദേശാടനത്തിന് ആഗ്രഹിക്കുന്നത്? അതോ കൊല്ലാൻ വയ്യാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തോളെന്ന് സൂചിപ്പിക്കുകയാണോ? സാന്ദർഭികമായി കവിത ഓർത്തുപോയതാ. ആഴമുള്ളൊരു താഴ്ചയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും തോന്നി. അതാ ഇങ്ങോട്ട് വന്നത്. എന്തായി തീരുമാനങ്ങളെന്നറിഞ്ഞാൽ നന്നായിരുന്നു. തീരുമാനങ്ങൾ എന്ന് പറയാൻ അധികമില്ല. ഒരു തീരുമാനമേ ഉള്ളൂ: ജീവിക്കുക. അപ്പോ ജീവിക്കേണ്ടാതൊരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ചിരുന്നു. ഓ, അതുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായിരിക്കും ഇന്നത്തേതുപോലുള്ള യാത്രകൾ. റിസർച്ച് ഒന്നുമില്ല, ചില ആലോചനകൾ എന്ന് പറയാം. ഉരുളയ്ക്ക് ഉപ്പേരിയാണോ? ചോദ്യത്തിന് മറുപടി തരണ്ടേ? എങ്ങനെ ജീവിക്കണമെന്നുള്ള സമസ്യയ്ക്ക് ഉത്തരമായെന്നാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആലോചിക്കുന്നത്? അതിനു മുമ്പ് എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അതിനൊരു തെളിവ് ആവശ്യമുണ്ട്. ആ തെളിവ് കിട്ടാനാണ് ഇനി ശ്രമിക്കുന്നത്. എന്റെ എന്തെങ്കിലും ഹെൽപ്പ്? വേണ്ട. അല്ല, എന്ത് തെളിവാണെന്ന് പറഞ്ഞാ എനിക്ക് ചിലപ്പോൾ ഒരു ഗൈഡൻസ് തരാൻ കഴിഞ്ഞേക്കും. ഈ വഴി അറിയാതെ നിൽക്കുമ്പോ ഒരു ചൂണ്ടുപലക മുന്നിൽ കാണുന്നത് നല്ലതല്ലേ? ചൂണ്ടുപലക തെറ്റായ ദിശയിലേക്ക് ആരെങ്കിലും വെച്ചിരിക്കുന്നതാണെങ്കിലും ഇങ്ങനെ സംശയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഒരിക്കലും ഒരു തെളിവും കിട്ടില്ല. ചുമ്മാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പക്ഷെ വിശ്വാസമുണ്ട്, വിചാരിക്കുന്നിടത്ത് എത്തുന്നു. ഒരിടത്ത് ചെന്ന് പറ്റാൻ ഒരു വഴി മാത്രം ആയിരിക്കില്ലല്ലോ. തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പക്ഷേ ഒരു മാർഗമേ ഉള്ളൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റൂ. ആ വഴിയുടെ റൂട്ട് മാപ്പ് എന്റെ കൈവശാ ഉള്ളത്. പക്ഷേ അടയാളമായി ഇടയ്ക്ക് ചിലരെ നിർത്തിയിട്ടുണ്ട്. ഗായത്രിയുടെ കാര്യം ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. ഭാര്യയായി അഭിനയിക്കാൻ വന്ന ഡ്രാമ ആർട്ടിസ്റ്റ്. അഭിനയിക്കാനോ? എന്തിനാ കാലം മാറുന്നത്? അവര് ഭാര്യയാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് മറന്നുപോയോ? കൂടെ ഉള്ളത് മകളും. നാടകത്തെ സീരിയസ് ആയി കാണുന്നയാൾ ഇത്തരം ഒരു സ്കിറ്റ് അവതരിപ്പിക്കൂ? ഏയ്, വിശ്വാസം വരുന്നില്ല. അത് ഭാര്യയും മകളും ആണെന്ന് വിശ്വസിക്കാനേ എനിക്കിഷ്ടം. ആ വിഷയത്തിൽ അവസാന വാക്ക് പറയേണ്ട ആള് ഞാനാ. ഗായത്രി എന്റെ ഭാര്യയല്ല, ആ കുട്ടി എന്റെ മകളുമല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പഴയ നിലപാടിൽ വീണ്ടും എത്തിച്ചേരില്ല എന്ന് എന്താ ഉറപ്പ്? നിൽക്കുന്നത് ആത്മഹത്യാ മുനമ്പിൽ. മുമ്പിൽ ആഴമേറിയ കയം പോലുള്ള താഴ്വര. ഇങ്ങനെയൊരു സ്ഥലത്താണ് ജീവിതം എത്തി നിൽക്കുന്നതെന്ന് മുമ്പ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോ ഇപ്പൊ തോന്നുന്നത് അങ്ങനെയൊരു സ്ഥലത്ത് നിന്ന് തിരിച്ചു നടക്കണം എന്നാണ്. നന്നായി ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ പോയിന്റിൽ നിന്ന് ഒരാൾക്ക് മുന്നോട്ട് നീങ്ങാൻ ആരുടെയും സഹായം ആവശ്യമില്ല. വെറുതെ മുന്നോട്ടൊന്ന് ആഞ്ഞാ മതി, എത്തൻ്റെ അടുത്തെത്തും. പക്ഷെ തിരിച്ചു നടക്കണമെങ്കിൽ നന്ദനയ്ക്ക് എന്റെ സഹായം വേണ്ടിവരും. പോകെ പോകെ തനിക്കത് മനസ്സിലാവും. എനിവേ, തെളിവ് തേടിയുള്ള യാത്രയ്ക്ക് ഭാവുകങ്ങൾ നേരുന്നു. ഗുഡ് ലക്ക്.
മാഡം എവിടെ ഹരി? പോയി. പോയോ? ഞാനൊന്ന് കുളിക്കാൻ കയറിയതാ. പോകാൻ നേരത്തെ കണ്ടില്ലല്ലോ. മാഡം എന്തു വിചാരിക്കും? എങ്ങനെ പോയോ എന്തോ? ഹരിക്കാൻ തോറ്റൊരു മൂഡ് ഓഫ് പോലെ. ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നിൽക്കുന്നേ? റെഡിയാവണ്ടേ? ഓഫീസിൽ പോകാൻ സമയമായി. ഇന്ന് പോകാതിരുന്നാലോ എന്ന് ആലോചിക്കുക. ലീവില്ല, എന്നാലും ഒന്നിനൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. അതിനാണ് ഈ മൂഡ് ഓഫ് എന്ന് പറയുന്നേ. അമ്മ കാപ്പി എടുക്കുന്നുണ്ട്, വാ. ഞാൻ വന്നോളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. കാപ്പി കുടിക്കാതെ അമ്മ എന്തായാലും വിടില്ല. ഞാൻ വരാം, ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഹരി വന്നിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ. എന്നും ഒരേ കണ്ടിന്യൂറ്റി. അപ്പം ഇടിയപ്പം ഇഡലി, വീണ്ടും അപ്പം ഇടിയപ്പം ഇഡലി. അമ്മയ്ക്ക് മറ്റൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? നിനക്കും ഉണ്ടല്ലോ 2 കൈ. ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കരുതോ? എന്നിട്ട് ഞങ്ങൾക്ക് കൂടി കഴിക്കാന്താ? എന്നിട്ട് വേണം വയറ് കേടായി ആശുപത്രി അഡ്മിറ്റ് ആവാൻ. ഓ, ഈ വർഷം കേട്ട ഏറ്റവും വലിയ തറവിറ്റ്. എന്നാ ശ്രുതി ഒരു നല്ല വിറ്റ് പറ, ഞങ്ങൾ ചിരിക്കാം. അങ്ങനെ ശ്രുതിയുടെ ചെലവിൽ ആരും ചിരിക്കണ്ട. എനിക്കോരൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒട്ടും ചിരി വരുന്നില്ല. ഹരി എന്തായിന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ പോകുന്നുള്ളൂ വെച്ചത്? നന്ദന മേഡം വന്ന് സംസാരിച്ചിരുന്ന ലേറ്റായി പോയതമ്മേ. എന്നിട്ട് അവര് സമയമായപ്പോ പോവുകയും ചെയ്തു. അല്ലെങ്കിൽ ചിലരങ്ങനെയാ, സ്ഥിരം പറ്റിക്കപ്പെടും. അത് തിരിച്ചറിഞ്ഞാലും പിന്നെയും പറ്റിപ്പിന്നെ നിന്ന് കൊടുക്കുകയും ചെയ്യും. ഹരി മറ്റൊന്നും വിചാരിക്കരുത്. ഓ, മുൻകൂർ ജാമ്യം. എന്ത് വിചാരിച്ചാലും എന്താ അമ്മേ? ശ്രുതി, ആന്റി എന്നാ പറയാൻ ഉദ്ദേശിച്ചു? സജീവ് കുന്നത്തൂരെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് 1.5 കൊല്ലമായി. ആദ്യം അക്കൗണ്ടന്റ് ആയിരുന്നു, പിന്നെ മാനേജറായിട്ട് ജോലിക്കയറ്റവും കിട്ടി. നന്ദന മാഡത്തിന്റെ ഔദാര്യം കൊണ്ട് പ്രമോഷൻ കിട്ടിയതാണെന്ന് പറയാമേ. എന്തു ആയിക്കോട്ടെ, ഓഫീസിൽ നിന്ന് വന്ന ഇവന് നന്ദനെ കുറിച്ചേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് മഞ്ഞപ്പിത്തമായിട്ട് സജീവ് 1 മാസത്തോളം വീട്ടിൽ തന്നെയായിരുന്നു. കുന്നത്തൂരെ ഓഫീസിൽ നിന്ന് ആരാണ്ടൊക്കെയോ വന്ന് കണ്ടിട്ട് പോയി. നന്ദനെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് ആ കുട്ടി എത്ര തവണയാ ഈ വീട്ടിൽ വന്നത്? അമ്മ കണ്ണുപൊത്തിക്കളി നടത്തുവാണോ? മാഡത്തിന് കാണേണ്ടത് അവരുടെ ഓഫീസിലെ മാനേജർ സജീവനെ അല്ല, ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെയാണെന്ന് പ്രത്യേകിച്ച് പറയണോ?